ഹായ് സുഹൃത്തുക്കളെ, നമുക്കിന്ന് നാച്ചുറലായിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് പഠിച്ചു നോക്കാം. നമുക്ക് വീടുകളിൽ സോപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാര്യം നമുക്ക് കെമിക്കലായിട്ടുള്ള സോപ്പുകൾ കടകളിൽ നിന്ന് മേടിച്ച് നമ്മൾ കുളിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കെമിക്കൽ ഒന്നും ചേരാത്ത സോപ്പുകൾ നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് ഞാൻ 3 തരം സോപ്പുകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് വേപ്പില കൊണ്ട് സോപ്പ്, ഒന്ന് ബീട്രൂട്ടിന്റെ, ഒന്ന് ക്യാരറ്റിന്റെ സോപ്പ്. ഇത് 3ആണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പഠിച്ചിട്ട് നിങ്ങളും ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി നിങ്ങളും കടകളിൽ നിന്ന് മേടിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ് ഇട്ട് നിങ്ങൾ കുളിക്കുക. ഇതായിരിക്കും ഏറ്റവും ബെറ്റർ. ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് എടുത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കിയതിനു ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അതിന്റെ നല്ല രീതിയിൽ പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് എടുത്ത് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് കസ്തൂരി മഞ്ഞളിന്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർക്കാൻ, അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് മാത്രമായിട്ടും സോപ്പ് ഉണ്ടാക്കും. ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കാം. ഇത് നന്നായി മിക്സ് ആക്കണം. ഇത് സോപ്പ് ബേസ് ആണ്. ഇത് മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പിന്നെ ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്താലും നമുക്ക് കൊണ്ടുതരും. ഇതിന്റെ പകുതിയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് അനുയോജ്യമായ ഒരു പാത്രം എടുത്ത് കുറച്ച് വെള്ളവും കൂടെ എടുത്ത് നമ്മൾ സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിന്റെ മണ്ടയിലോട്ട് വെക്കും. ഇത് വെക്കുന്നത് നമ്മൾ ലോ ആയിട്ടുള്ള ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ഇനി ഇതുപോലെ ചെറിയ ഒരു പാത്രം അതിന്റെ മണ്ടയിൽ നമ്മൾ വെക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പ് ബേസിന്റെ പീസുകൾ നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. സുഹൃത്തുക്കളെ നോക്കിക്കോ, ഇത് ജെല്ല് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളിൽ ഈ സോപ്പ് ബേസ് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സോപ്പ് എടുത്തിട്ട് ഇതുപോലെ മെൽറ്റാക്കി ജെല്ല് പരുവത്തിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയുടെ, ബീറ്റ്റൂട്ടിന്റെ, ക്യാരറ്റിന്റെ അല്ലെന്നുണ്ടെങ്കിൽ വേപ്പിലയുടെ ജ്യൂസ് ആക്കി എടുത്തതിന് ശേഷം ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ സോപ്പായി കിട്ടും. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് ജ്യൂസും മഞ്ഞപ്പൊടിയും കൂടെ കലർത്തി നമുക്ക് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്തതിനു ശേഷം ഒരു 5 മിനിറ്റ് നിങ്ങൾ വെച്ചിരിക്കുക, അതൊന്ന് ചൂടാവാൻ വേണ്ടി. ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ആയി കിട്ടും. നിങ്ങൾ നോക്കുക, ഇത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇത് കുറച്ചു നേരം ഒരു 2-3 മിനിറ്റും കൂടെ നിന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാതെ നമ്മൾ ചൂടാറുന്നതിന് മുമ്പേ തന്നെ നമ്മൾ സോപ്പ് അച്ച് നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് അച്ചിനകത്ത് ഒഴിച്ചു കൊടുക്കുകയോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അനുയോജ്യമായ ഏത് പാത്രമാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് ചെയ്യാം. എൻ്റെ ഇപ്പൊ ഒരു ടിഫിൻ ബോക്സേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോപ്പ് ഈ പാത്രത്തിലേക്ക് നമ്മൾ പകരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ശകലം എണ്ണമയം നമ്മൾ ഇത് ഈ പാത്രത്തിൽ ഒന്ന് തൂത്തു കൊടുക്കുക. ഈ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ എണ്ണമയം പറ്റിച്ചു കൊടുക്കുക. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ കട്ടി പിടിക്കുന്ന സമയത്ത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇളവി വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എണ്ണമയം തൂത്ത് ഈ പാത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തൂത്തു കൊടുക്കുക. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മൾ ആ സോപ്പ് ഒഴിച്ചു കൊടുക്കുക.
ഇനി നമ്മൾ കുറെ നേരം ഇത് വെച്ചിരിക്കുക. ഇത് നല്ല രീതിയിൽ കട്ട പിടിക്കുന്നിടം വരെയും നമ്മൾ വെയിറ്റ് ചെയ്യുക. കട്ട പിടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമ്മളെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്ന് കുറച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നല്ല രീതിയിൽ പൊതിഞ്ഞു വെക്കാം. ഇതേ മെത്തേഡിലാണ് നമ്മൾ മറ്റ് സോപ്പുകളും തയ്യാറാക്കേണ്ടത്. ഇതിട്ട് കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേഹം ഒന്നും ചൊറിഞ്ഞു പൊട്ടത്തില്ല. നല്ല രീതിയിൽ നല്ല സോപ്പാണിത്. കെമിക്കൽ ഒന്നും ചേരാത്ത നല്ല സോപ്പ് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അതിട്ട് നല്ല രീതിയിൽ കുളിച്ച് നമ്മളെ ചർമ്മം നല്ല രീതിയിലാക്കി നമുക്ക് സൂക്ഷിക്കാം.